അങ്ങനെ പെരേരയുടെ സംഭവം എന്തോ വനിതാ കമ്മീഷനിൽ എത്തിയെന്നോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കേട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് പെരേരയുടെ പക്വതയില്ലായ്മയും കുറച്ച് ബുദ്ധിയില്ലായ്മയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി. ഞാൻ ഈ ഷോർട്ട് ഫിലിമിനും എല്ലാം ഞാൻ പിൻവാങ്ങിയതാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പെരേര എന്നോ പറഞ്ഞത് പെരേര ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട്, വേറെ സെക്ഷൻ ചെയ്തിട്ടില്ല പെരേര പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പെരേരയുടെ പക്വതയില്ലായ്മയാണ് ഈ ആവശ്യത്തിൽ എത്തിച്ചത്. ആദ്യമായിട്ട് ഒരു പെണ്ണിനെ കാണണമെന്ന് തോന്നുന്നു, ആ പെണ്ണിനെ ടച്ച് ചെയ്യാൻ ആദ്യമായിട്ട് തോന്നുന്നു. അതിന്റെ ആക്രാന്തം എല്ലാത്തിനും ആക്രാന്തമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ആക്രാന്തമാണ്. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സംസാരിക്കുമ്പോൾ ആക്രാന്തമാണ്, പെണ്ണിനെ കാണുമ്പോൾ ആക്രാന്തമാണ്. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? എടാ കൊച്ചനെ, നീ കൂടുതൽ നേളിക്കരുത്. 23 വയസ്സുണ്ട്, ആ 18 വയസ്സിൽ ബെച്ചറാണ്. അതിനനുസരിച്ചുള്ള മെച്യൂരിറ്റി അവൻ കാണിച്ചില്ല. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി. പെരേര എന്ന് പറഞ്ഞത് ഓറൽ സെക്ഷൻ നടന്നിട്ടുണ്ട്, മറ്റു സെക്ഷൻ നടന്നിട്ടില്ല പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. പെരേര എനിക്കത് തിരിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, പെരേര ഓറൽ സെക്ഷൻ മാത്രമല്ല ചെയ്തിട്ടുണ്ട്, ലിപ് ലോക്കും ചെയ്തിട്ടുണ്ട്. നന്ദികേട്ടവന്മാരെ എല്ലാരും കൂടെ ശവത്തി കുത്താടാ. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കമായിട്ട് കുരിനെടുത്ത് നടക്കില്ല. വയസ്സെത്ര അങ്ങനെ സിനിമ ഉണ്ടായിരുന്നു. അതെൻ്റെ ബാക്കിൽ തിയേറ്റർ ഏറ്റവും ബാക്കിൽ പോയി ലിപ് ലോക്ക് ചെയ്യേ. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ.